21 ഡേയ്സ് മിറർ വർക്ക് പ്രാക്ടീസ് ഡേ 12. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭയത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നതാണ്. അപ്പോൾ 11 ദിവസത്തെയും പ്രാക്ടീസ് നിങ്ങൾ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവർ പ്ലേലിസ്റ്റിൽ അതിട്ടിട്ടുണ്ട്, അത് നോക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഈ ഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ലോകത്ത് ഇന്ന് വിശ്വാസമില്ലായ്മ, തട്ടിപ്പ്, വെട്ടിപ്പ് തുടങ്ങിയ പല കാര്യങ്ങളും നാം കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം പേടിയാണ്. പേടിയെ എളുപ്പത്തിൽ ഒഴിവാക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഈ പേടി ഇല്ലാതാക്കാൻ ആദ്യം ചെയ്യേണ്ടത് അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കലാണ്. എന്താണ് പേടി? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നാണ് ഇന്ന് നോക്കുന്നത്. പലതരത്തിലുള്ള പേടികളുണ്ട്. പ്രായമേറുന്നത് പേടിക്കുന്നവരുണ്ട്. അസുഖങ്ങൾ ഉണ്ടാവുമോ എന്ന പേടി. എനിക്ക് ഇതുപോലെ ജീവിച്ച് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള പേടി. ഫിനാൻഷ്യലി പ്രശ്നം വരുമ്പോഴുള്ള പേടി. ഇങ്ങനെ പല പേടികളും നമ്മുടെ ഉള്ളിലുണ്ടാവാറുണ്ട്. നമ്മൾ ഈ പേടികൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രമാത്രം അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പലതരത്തിലുള്ള പേടികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പേടി വരുന്ന പ്രധാന കാരണം അവനവനിലുള്ള വിശ്വാസമില്ലായ്മയാണ്. അവനവനെ സ്നേഹിക്കുക. ഇതിലൂടെ പേടി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. സ്നേഹം എന്നത് സിദ്ധൊരൗഷധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, പേടി മാറ്റുക. അതേസമയം ഓർമ്മിക്കേണ്ടത് നമ്മളെ സേഫ് ആക്കാനുള്ള വഴികൾ കൂടെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ പേടി വരുമ്പോൾ പേടി വരുന്നുണ്ട് എന്ന് അംഗീകരിക്കണം ആദ്യം. പേടി വരുന്ന സമയത്ത് ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് എന്ന് നമ്മൾ നമ്മോട് തന്നെ സ്വയം പറയുക. ഐ ആം സേഫ്, എന്ത് വന്നാലും ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ്. നീ അത്ര പോരാ എന്ന ചിന്തയാണ് പേടി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. കൂടാതെ ശരീരവും ഹൃദയവും ശക്തിപ്പെടുത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നതാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും പറയുന്നത് പോലെ തന്നെ കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കിയതിന് ശേഷം നിങ്ങളിങ്ങനെ പറയുക, ഐ സേഫ്, ലവ് ഈസ് മൈ സ്ട്രെങ്ത്, ഓൺലി ലവ് ഈസ് റിയൽ. എല്ലാം നന്നായിരിക്കുന്നു, എൻ്റെ ഉത്തമമായ നന്മയിലേക്കാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്നേഹമാണ് ശക്തി, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ സെൽഫ്, ഐ റിയലി ലവ് യു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഐ ലവ് രശ്മി, ഐ റിയലി ലവ് യു രശ്മി എന്ന് പറയണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുക. കണ്ണാടി നോക്കിക്കൊണ്ട് പറയുക, ഐ ലവ് യു, ഐ സേഫ്, ലവ് ഈസ് മൈ സ്ട്രെങ്ത്, ഓൺലി ലവ് ഈസ് റിയൽ. എല്ലാം നന്നായിരിക്കുന്നു, എൻ്റെ ഉത്തമമായ നന്മയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്നേഹമാണ് ശക്തി. ഐ ആം സേഫ്. അപ്പോൾ ഭയത്തെ നിങ്ങൾ ഇങ്ങനെയാണ് മറികടക്കേണ്ടത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്കിനി ഭയം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ജേർണലൈസിങ് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണ് നിങ്ങളൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ആ പേടികളൊക്കെ എന്തിനെക്കുറിച്ചാണ്? നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചാണോ, വാർദ്ധക്യത്തെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണോ? അങ്ങനെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് പേടിയുള്ളതെന്ന് നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് താഴെ തന്നെ ഇങ്ങനെ എഴുതുക, എനിക്കറിയാം നീ എന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നീ എന്നെ സഹായിക്കുകയാണ് എന്ന കാര്യത്തിൽ ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുന്നു, ഞാൻ സുരക്ഷിതയാണ് എന്ന് നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക, ഐ ലവ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. സ്നേഹവും ജീവിതവും എന്നെ സംരക്ഷിക്കുന്നു. എന്നെ സൃഷ്ടിച്ച ശക്തിയും ഞാനും ഒന്നായിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയ അതായത് പേടിയെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പേടി എന്നുള്ളത് എഴുതി വെച്ചത്
അത് മുഴുവൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു പേപ്പറിൽ എടുക്കുക. എന്നിട്ട് നിങ്ങളത് കത്തിച്ച് കളയുക. കാരണം ഇനി മുതൽ നിങ്ങൾക്ക് പേടി എന്നുള്ളൊരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കുക. പേടി വരുമ്പോൾ നാം എന്ത് ചെയ്യും? ശ്വാസം വളരെയധികം ഉള്ളിലേക്ക് പിടിക്കുമല്ലേ. അപ്പം പേടി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദീർഘമായി ശ്വസിക്കുക. ദീർഘശ്വാസം നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് സാധാരണ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് അല്പനേരം ഇരിക്കുക. എന്നിട്ട് സ്വയം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ വാക്കുകൾ പറയുക. ഐ ലവ് യു. സ്വയം പേര് പറഞ്ഞുകൊണ്ട് ഐ ലവ് യു. പേര് പറയുക. ഐ ലവ് യു. ഐ റിയലി റിയലി ലവ് യു. ഐ ട്രസ്റ്റ് മൈ ലൈഫ്. ഞാൻ ജീവിതത്തെ വിശ്വസിക്കുന്നു. ഞാൻ എന്നെയും വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ജീവിതം എനിക്ക് തരുന്നു. ഇങ്ങനെ നിങ്ങൾ എഴുതുക, പറയുക. ഓക്കെ. പിന്നെ ഫാമിലി, ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഇവിടെയൊക്കെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് പേടിയുള്ളത് അതെല്ലാം നിങ്ങൾ എഴുതുക. എന്നിട്ട് തൊട്ടടുത്ത പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് പേടിയുള്ള കാര്യങ്ങൾ എഴുതുക. അതേ ഏരിയയിൽ തന്നെ പേടിയില്ലാത്ത കാര്യങ്ങൾ എഴുതുക. പേടിയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്തിൽ എടുക്കുകയാണെങ്കിൽ, എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഞാൻ ആകർഷിക്കുന്നു എന്നെഴുതുക. കാരണം ഒരു പേജിൽ നമ്മൾ എഴുതി വെച്ചത് ഫാമിലി, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ആ ഏരിയയിൽ പ്രോബ്ലംസ് ആണ് നിങ്ങൾ എഴുതി വെച്ചതെങ്കിൽ, മറു പേജിൽ നിങ്ങൾ എഴുതേണ്ടത് പോസിറ്റീവായ കാര്യങ്ങൾ. അതായത് ഹെൽത്തിനെ കുറിച്ച്, അതായത് എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഞാൻ ആകർഷിക്കുന്നു. ഓക്കെ, നമുക്ക് പേടിയുണ്ടാവും, ചിലപ്പം വാർദ്ധക്യകാലത്ത് തന്നെ ആരും സംരക്ഷിക്കാനുണ്ടാവില്ല എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ ഓരോ ഏരിയയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതാണ്. പേടിയെ നമ്മൾ മനസ്സിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുക. ഒന്നിനെക്കുറിച്ച് നമുക്ക് പേടിയുടെ ആവശ്യം തന്നെയില്ല. ഓക്കെ, നമ്മളെ സ്വയം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പേടിയെ ഇല്ലാതാക്കി മാറ്റാം.